എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റായിട്ട് വന്ന ഒരു കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമൻ്റ് ഇങ്ങനെയായിരുന്നു: നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും, പക്ഷേ എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സാധാരണയായിട്ട് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത് അത്ര വലിയ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ടെൻഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവിടെ റിവിഷൻ്റെ കുറവ് കൊണ്ട് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, റിവിഷൻ്റെ കുറവ് കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ടെൻഷൻ അധികമായി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല, ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ ഓപ്ഷൻസ് കാണുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പം എളുപ്പമായിരിക്കും, പക്ഷെ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇത് പൊതുവെ ഏത് എക്സാമിന് പഠിക്കുന്നവരാണെങ്കിലും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ടെൻഷൻ ഒഴിവാക്കുക. ടെൻഷൻ ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം മുഴുവനായിട്ട് ഒഴിവാക്കുക. നിങ്ങൾ എങ്ങനെയാണോ സാധാരണ എല്ലാ ദിവസവും ഉള്ളത്, ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്, അതുപോലെ തന്നെ ആ എക്സാമിന് പോകുമ്പോഴും യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ടെൻഷൻ എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങൾ പ്രാക്ടീസ് വഴി മാത്രമാണ് ഇത് ടെൻഷൻ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്കിപ്പം എല്ലാ ദിവസവും പോയിട്ട് എക്സാം എഴുതാനൊന്നും പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ തന്നെ, അതായത് നിങ്ങൾ വീട്ടിൽ തന്നെ ഓരോ എക്സാമുകൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് സൈറ്റിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ഓരോ ദിവസവും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആ ഒരു എക്സാമിനോടുള്ള ഒരു പേടി മാറിക്കിട്ടും. ഓക്കെ, അത് നിങ്ങൾ തന്നെ മാറ്റിയെടുക്കണം. പിന്നെ ഓപ്ഷൻസ് കാണുമ്പം കൺഫ്യൂഷൻ ആവുന്ന ഒരു പ്രശ്നം, അതെന്തുകൊണ്ടാണ് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ടന്റ് നമ്മൾ പഠിക്കും, അത് ഡീപ്പായിട്ട് പഠിക്കാതെ പുറത്തുനിന്ന് മാത്രം, അതായത് ജസ്റ്റ് ആ ക്വസ്റ്റ്യനും ആൻസറും എന്നുള്ള രീതിയിൽ പഠിക്കുമ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇതിലേതാണ് ആൻസർ എന്ന് കൺഫ്യൂഷൻ വരാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് ആഴത്തിൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനമുള്ള ഒരു കാര്യമാണ് റിവിഷൻ. ഓക്കെ, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതിലല്ല അവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്, എത്രത്തോളം റിവൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഇന്ന് രാത്രി റിവിഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിറ്റേന്ന് നമ്മൾ എപ്പോഴാണോ പഠിക്കാൻ തുടങ്ങുന്നത് ആ സമയത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് നമ്മൾ തലേ ദിവസം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് എന്തുകൊണ്ടാണ് എങ്ങനെ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഠിക്കുന്ന ടോപ്പിക്കുകൾ അത്രത്തോളം ഫെമിലിയർ അല്ല, അല്ലെങ്കിൽ അത്രത്തോളം പരിചയമില്ലാത്ത ടോപ്പിക് ആയതുകൊണ്ടാണ് മറന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് നല്ല രീതിയിൽ പരിചയം വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റായിട്ട് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുകയുള്ളൂ. അത് ഏത് കാര്യമായിക്കോട്ടെ, പഠിക്കുന്ന കാര്യമാണെങ്കിലും മറ്റേത് കാര്യമാണെങ്കിലും, നിങ്ങളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അത് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്ത് ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്കത് എന്താവുള്ളൂ, കറക്റ്റായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെയാണ് പഠിക്കുന്ന കാര്യങ്ങളും. പഠിക്കുന്നതിൽ പുതിയ ടോപ്പിക്കുകൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുമ്പം അതിൽ നിങ്ങൾക്ക് തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് പഠിക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് ഇന്ന് കവർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ആ ഒരു ടോപ്പിക്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടോ നോക്കുക, അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത എക്സാം അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ എക്സാം സ്വന്തമായിട്ട് എഴുതുമ്പം ആ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ടോപ്പിക്ക് എത്ര പഠിച്ചു കഴിഞ്ഞാലും അത് കംപ്ലീറ്റ് ആവില്ല. അതൊരു വേറൊരു സത്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചിട്ട്
ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അത് ആ നോട്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കുക. നിങ്ങളിപ്പോൾ ഇത് നോട്ട് എഴുതിയെടുക്കുന്നതോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുന്നതോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുകയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓരോ നോട്ടിൻ്റെയും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിൻ്റെയും താഴെ കുറച്ച് സ്പേസ് ഇടുക. സ്പേസ് ഇട്ടതിന് ശേഷം അടുത്ത ടോപ്പിക്ക് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ സ്പേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ വരുന്ന റെയർ പോയിന്റ്സ് എഴുതി വെക്കുക. പിന്നെ അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എഴുതണം എന്നില്ല. അതിൽ റെയറായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് അടക്കം എഴുതി വെക്കുക. ഓപ്ഷൻസ് എഴുതിയതിന് ശേഷം ഒരു 2 വരി ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ആൻസർ അവിടെ എഴുതി വെക്കുക. ഓക്കെ, ഈ രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെയിലി പഠിക്കുമ്പം നോട്ട് എഴുതിയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നോട്ട് നോക്കിയിട്ട്. പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടായിരിക്കും കുറച്ചുകൂടി നല്ലത്. PDF-നേക്കാളും കുറച്ചുകൂടി നല്ലത്. ഓരോരുത്തരുടെ കംഫേർട്ടാണ്. ചിലർക്ക് PDF ആയിരിക്കും നല്ലത്, ചിലർക്ക് നോട്ട് എഴുതാനുള്ള സമയം ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കിലും ഒരു നോട്ട് വേണം. ആ നോട്ട് നിങ്ങൾ ഇത് ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് പഠിക്കുന്നവരായിരിക്കും. എങ്ങനെയാണെങ്കിലും പഠിച്ചാൽ മതി. ഓക്കെ, ഇന്ന രീതിയിൽ പഠിക്കണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. പിന്നെ വീഡിയോ കണ്ട് പഠിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ നോട്ട്സ് പോയിൻ്റായിട്ട് എഴുതി വെക്കുക. വിശദീകരിച്ച് എഴുതണം എന്നില്ല. വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്കത് വായിച്ചെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റായിട്ട് തന്നെ എഴുതിയെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ വരുന്ന റെയർ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് അടക്കം ആൻസർ 2 വരി വിട്ടതിന് ശേഷം മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ചിലപ്പം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ അതിൽ ഇതിൽ ഓപ്ഷൻസിൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പോയിൻറ്റ്സ് നമുക്കറിയാത്തതായിട്ടുണ്ടാവും. അപ്പോൾ ആ പോയിൻറ്റ്സ് നമുക്ക് അത് ആ ക്വസ്റ്റ്യൻ പോലെ തന്നെ എഴുതി വെക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്കറിയാത്ത പോയിൻറ്റ്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ രീതിയിൽ ആഡ് ചെയ്ത് വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന നോട്ടായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ വിവിധതരം കളറിലുള്ള പെൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതങ്ങനെ ഓരോ പെന്ന് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഏതാ പോയിൻ്റാണ്. അതിൽ നമുക്കിപ്പം ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ എക്സാമിന് പോയി കഴിഞ്ഞാലും നമുക്ക് ആ നോട്ട് കറക്റ്റ് മൈൻഡിലുണ്ടാവും. ഓക്കെ, അത് ചിലപ്പോൾ കിട്ടിക്കോളണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇതിൻ്റെ പ്രശ്നം അതായത് ഈ ഓപ്ഷൻസ് മാറിപ്പോകുന്നതും പിന്നെ അതുപോലെ തന്നെ ഫുള്ള് ബ്ലാങ്ക് ആയി പോകുന്നതും ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ടെൻഷനാണ്. പിന്നെ പഠിക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ മുഴുവനായിട്ട് ഒഴിവാക്കുക. നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയി കഴിഞ്ഞാൽ മാത്രമേ വിചാരിക്കുന്ന മാർക്ക് സ്കോർ ചെയ്യാനും വിചാരിച്ച ഒരു റാങ്ക് എത്താനും പറ്റുള്ളൂ. അത് ഏത് എക്സാം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ പഠിക്കുന്ന രീതി ഒന്ന് മാറ്റി നോക്കുക. റിവിഷൻ നന്നായിട്ട് കൊടുക്കുക. കുറച്ചേ പഠിക്കുന്നുള്ളൂ എങ്കിലും അത് നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടുതൽ പോയിൻറ്റ്സ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ കുത്തി നിറച്ച് പഠിക്കരുത്. പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.